ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ 6 ഗ്രേഡ് അല്ലെങ്കിൽ 7 ഗ്രേഡ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഈ ഗ്രേഡുകളെ കുറിച്ച് അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. റഫാരി സ്ക്രീനിൽ നോക്കി ഫസ്റ്റ് ഗ്രേഡ് തൊട്ട് 7 ഗ്രേഡ് വരെ. 7 ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തലയുടെ മുകൾ വശത്ത് കംപ്ലീറ്റ് കാലിയാണ്. ബാക്ക് സൈഡും സൈഡ്സ് മാത്രമേ ഹെയർ ഉണ്ടാവുള്ളൂ. 6 ഗ്രേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെയർസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഉണ്ടാവാം. അപ്പം ഇങ്ങനത്തെ കേസുകൾ ചെയ്യുന്ന അത്ര എളുപ്പമില്ല. കുറേ ക്ലിനിക്കുകൾ പല ഡോക്ടേഴ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ കേസുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസും നല്ല സ്കില്ലുള്ള ഒരു ഡോക്ടർ ആൻഡ് ടീം വേണം. ഡോക്ടറിന് മാത്രം എക്സ്പീരിയൻസ് ഒരു കാര്യമില്ല, കൂടെയുള്ള ടീമിന് കൂടി എക്സ്പീരിയൻസ് വേണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ 7 ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, തലയുടെ പിറകുവശത്ത് മാത്രമേ ഗ്രാഫ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സൈഡ് ഉണ്ടാവും, കംപ്ലീറ്റ് കഷണ്ടി ആയിരിക്കും. ഇങ്ങനത്തെ കേസുകളിൽ ഹെയർ ലൈൻ കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം ചിന്തിക്കണം. പല ക്ലിനിക്കുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് താഴെ ഇറക്കിയിട്ട് നല്ല കട്ടിയിൽ കുറച്ച് ഹെയർ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം ഈ ഒരു ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഫസ്റ്റ് ഒരു ട്രാൻസ്പ്ലാന്റ് മാത്രം പോരാ. ചില വ്യക്തികൾക്ക് 7 ഗ്രേഡിലുള്ള വ്യക്തികൾക്ക് ഒറ്റ ട്രാൻസ്പ്ലാന്റ് മാത്രം മതിയാവുന്നില്ല പല കേസുകളിലും. കാരണം ഫ്രണ്ട് നിന്ന് ബാക്ക് വരെ കവറേജ് ചെയ്യണം. ഇത് ഒറ്റയടിക്ക് കവറേജ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അത്രയും നല്ല ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ 2 സെക്ഷനായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ കേസിൽ ചെയ്തെങ്ങനെയാണ്? എൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാം. എൻ്റെ ഡോണർ ഏരിയ ഒന്ന് കാണിക്കാം, നോക്കിയേ. ഈ ഡോണറിൽ മിനിമൽ അവൈലബിലിറ്റിയേ ഉള്ളൂ. പക്ഷേ ഒരു പ്രത്യേകത, ഒരു ഗ്രാഫ്റ്റിൽ മൾട്ടിപ്പിൾ ഫോളിക്കിൾസ് ഉണ്ടായിരുന്നു. 4, 5, 6 ഫോളിക്കിൾസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഡെൻസിറ്റിക്കാണ്. അത് നല്ല കട്ടിയുള്ള മുടി കൂടിയാണ്. അപ്പം എൻ്റെ തലയുടെ എന്ത് ചെയ്തു വെച്ചാൽ, ഡോക്ടർ എന്ത് ചോദിച്ചാൽ, തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് ആദ്യത്തെ സിറ്റിങ്ങിൽ 3500 എടുത്തു. പിന്നെ കുറച്ച് താടിയിൽ നിന്ന് എടുത്തു, ആൻഡ് ചെസ്റ്റ് നിന്ന് എടുത്തു. അങ്ങനെ ഒരു 5000 ഗ്രാഫ്റ്റ് ആക്കി. ഈ 5000 ഗ്രാഫ്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്തത്? 2 നിങ്ങൾക്കറിയാം, എൻ്റെ ഹെയർ ലൈൻ എന്നോട് ചോദിക്കാറുണ്ട്. പല ആൾക്കാരും വന്നിട്ട്, ചില കുട്ടികൾ വന്നിട്ട് കമൻറ്റ് ഇടും, നിങ്ങൾ ഇപ്പോഴും കഷണ്ടിയാണല്ലോ, നിങ്ങളെ ഹെയർ ലൈൻ ശരിയാക്കുന്നില്ല. ഇങ്ങനെ പല ആൾക്കാർ പല കമൻറ്റ് ഇടും. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ടിടും, ചില ആൾ അറിയാതെ ഇടും. അപ്പോൾ എൻ്റെ കേസ് നിങ്ങൾക്കറിയാം, ഞാൻ 7 ഗ്രേഡ് ആയിരുന്നു, ഡോണർ വീക്കായിരുന്നു, കുറവായിരുന്നു, ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ കേസിൽ ഡോക്ടർ എന്ത് ചെയ്തു? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ 2 സൈഡ്, ഈ സൈഡ് ഇച്ചിരി കയറ്റി കൊടുത്തു ഇങ്ങനെ, അതേപോലെ ഈ സൈഡ് കുറച്ച് കയറ്റി കൊടുത്തു. ഹെയർ ലൈൻ നോക്കിയാൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് എൻ്റെ ഫിംഗർ നോക്കി, എൻ്റെ ഐബ്രോ ആണ്. ഐബ്രോന്ന് ഏകദേശം 4.5 ഫിംഗർ ഉണ്ട്. ആക്ച്വലി 4 ഫിംഗറാണ് ഹെയർ ലൈൻ നല്ലത്. പക്ഷേ എനിക്ക് ഡോണർ ഇത്രയും കുറവായതുകൊണ്ട് ഡോക്ടർ കുറച്ചുകൂടി കയറ്റി കൊടുത്തു. ഒരു കഷണ്ടി ഇല്ലതുപോലെയാണ് എൻ്റെ നെറ്റി. ഓക്കെ, നെറ്റിലൊരു മസിലുണ്ട്. ഈ മസിലിൻ്റെ മുകളിൽ ഹെയറിൽ നിൽക്കാവും. അതിനുശേഷം ഈ ജസ്റ്റ് ഈ 2 സൈഡ് കുറച്ചൊരു ഷേപ്പ് കൊടുത്താൽ അത്രയും ഗ്രാഫ്റ്റ് സേവ് ആയി. പിന്നെ ഈ സൈഡ് ലോക്സ് ചെയ്തില്ല. സൈഡ് ലോക്കിംഗ് എന്ന് പറയാറില്ല. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ സൈഡ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 400-500 ഗ്രാഫ്റ്റ് നിൽക്കും. 2 കൂടി നിൽക്കുമ്പോൾ ഒരു 600-700 ഗ്രാഫ്റ്റ് സൈഡ് ലോക്കിന് വേണ്ടി വരും. അപ്പോൾ സൈഡ് ലോക്ക് കൂടി എനിക്ക് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ബാക്ക് സൈഡ് കവറേജ് കിട്ടില്ല. അതിനുശേഷം ഡോക്ടർ എന്ത് ചെയ്തു? ഇത് ഇവിടെ നിന്ന് കവറേജ് തുടങ്ങി ഇവിടെ കുറച്ച് ഡെൻസിറ്റിയിൽ വെച്ചു. അതിനനുസരിച്ച് ഡെൻസിറ്റി കുറച്ച് വെച്ചു. പക്ഷേ ഫുൾ 2 സിറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇത്ര ഡെൻസിറ്റി കാണുന്നത് കുറച്ച് വെച്ചു. ഒരു സ്പ്രെഡാക്കി വെച്ചു. ആൻഡ് ബാക്ക് സൈഡ് അത്ര ഡെൻസിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യുന്നത്. സെക്കൻഡ് സിറ്റിംഗ് ചെയ്യുമ്പോൾ തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒന്നുകൂടി ഗ്രാഫ്റ്റ് എടുത്തു. ഒരു 1500 ഗ്രാഫ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് താടിയിൽ നിന്ന് എടുത്ത് ചെസ്റ്റ് പിന്നെയും എടുത്തു. അങ്ങനെ ഒരു 3000 ഗ്രാഫ്റ്റ് സെക്കൻഡ് സിറ്റിംഗ് കിട്ടി. ആ 3000 ഗ്രാഫ്റ്റ് എന്ത് ചെയ്തു? ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്സിലുള്ളടത്തെല്ലാം ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് എൻ്റെ സിറ്റിംഗ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? 7 ഗ്രേഡ് ഒരു രീതി ഞാൻ ഇപ്പോൾ പറഞ്ഞു. അടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെയർ ലൈൻ. ഇപ്പോൾ ഇതേപോലത്തെ ഹെയർ ലൈൻ കൊടുക്കുക. ഹെയർ ലൈൻ മുതൽ ഏകദേശം ഒരു 60% ഏരിയ നല്ല ഡെൻസിറ്റിയിൽ കൊടുക്കുക. അതിന് പിന്നെ ടച്ച് ചെയ്യാനില്ല. അതിനുശേഷം ക്രൗൺ ഏരിയ ഒന്നും ചെയ്യുന്നില്ല. ക്രൗൺ ഏരിയ 2ാമത്തെ സിറ്റിങ്ങിൽ ചെയ്യാം. ഇതൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഹെയർ ലൈൻ കുറേ ഇറക്കി കൊടുക്കുക. ഹെയർ ലൈൻ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ഒരു 3.5 ഫിംഗർ കൊടുത്ത് ഈ ലെവലെത്തും. ഈ ലെവലിൽ ഹെയർ ലൈൻ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 ഗ്രേഡുള്ള വ്യക്തിക്ക് ഒരു പകുതിയാവുമ്പോൾ ഗ്രാഫ്റ്റ് തീരും. ബാക്കി ഏരിയ കാലിയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുക, നിങ്ങൾ ഡോണർ എങ്ങനെയുണ്ട്. അതിനാണ് ഇമ്പോർട്ടൻറ്റ് ഡോണർ ഏരിയ. ഡോണർ ഏരിയയിൽ ഒരു ഗ്രാഫ്റ്റ് മാത്രമല്ല, ആ ഗ്രാഫ്റ്റ് തിക്നെസ്, ഡയമീറ്റർ, ഒരു ഗ്രാഫ്റ്റിൽ എത്ര ഫോളിക്കിൾസ് ഉണ്ട്, എത്ര തിക്കാണ് ഹെയർ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എത്ര ഡെൻസിറ്റി വേണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു രീതി. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് വെറുതെ കിട്ടുന്നൊരു സംഭവമല്ല. ഞാനിപ്പോൾ ഈയിടെ ഒരു 10 രൂപക്ക് പെർ ഗ്രാഫ്റ്റ് ചാർജ് ചെയ്യുന്ന കോയമ്പത്തൂർ ക്ലിനിക്കിന് ഒരാളുടെ സംഭവം 7 ഗ്രേഡ് ആളാണ് വ്യക്തി. പുള്ളി 1.5 വർഷം മുന്നേ അവിടെ സർജറി ചെയ്തതാണ്. സർജറി ചെയ്ത് അവരെന്ത് ചോദിച്ചാൽ,
അതിൽ ഡോണർ നല്ലതുണ്ടായിരുന്നു. ഡോണർ ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 3000-ന് മുകളിൽ 3500 അടുത്ത് ഗ്രാഫ്റ്റ് ഡോണർ ഏരിയ എടുത്തും താടിയിൽ നിന്ന് എടുത്തു. താടിയിൽ നിന്ന് എടുത്തിട്ട് ഇവരെന്ത് ചോദിച്ചാൽ ഇവർ ഈ അവരെ മെയിൻ ഒരു മിസ്റ്റേക്ക് എന്നത് 3 ഫിംഗറിൽ ഹെയർ ലൈൻ കൊടുക്കും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഹെയർ ലൈൻ സൈഡ് ലോക്കെല്ലാം ചെയ്തിട്ട് എന്നിട്ട് ഇത്ര ഏരിയ ചെയ്ത് കൊടുത്ത് ഹെയർ എല്ലാം വന്നിട്ടുണ്ട്. അതിന് ശേഷം ചെയ്യാനുള്ള ഏരിയയിൽ ഇപ്പോൾ ഗ്രാഫ്റ്റ് ഇല്ല. എവിടെ പോകും? പുള്ളിക്ക് സെക്കൻഡ് സിറ്റിംഗ് ചെയ്യണം. ഈ ചെയ്ത് തന്നെ ഒരു ഫിംഗർ താഴെ ഇറക്കിയിട്ട് അത് വിഗ് വെച്ച ലുക്കായിട്ടുണ്ട്. കാരണം അവരുടെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഇവിടെ നെറ്റിയിൽ കാണും, അത് വിഗ് വെച്ച ലുക്കാണ്. ഹെയർ ലൈൻ കാണുമ്പോൾ തന്നെ സർജറി ചെയ്തൊന്നൊരു ഫീൽ ആവുന്നുണ്ട്. അത് എന്തൊക്കെയോ വൃത്തികേടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നടക്കട്ടെ. ഇനിയിപ്പോൾ ബാക്ക് സൈഡ് ചെയ്യാനുള്ള ഡോണർ ഏരിയ ഇല്ല. കാരണം എടുത്തതൊക്കെ ചുരണ്ടി എടുത്തിട്ടുണ്ട്, താടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കുറച്ച് ഇൻ്റലിജൻ്റായിട്ട് ചിന്തിക്കണം. കാരണം കവറേജ് വേണം, ഡെൻസിറ്റി വേണം. ഇത് രണ്ടും വേണം. ഹെയർ ലൈൻ ഒരുപാട് താഴെ ഇറക്കാനും പറ്റില്ല, ഒരുപാട് കയറ്റാനും പാടില്ല. ആ രീതി, അതാണ് ഞാൻ എക്സ്പീരിയൻസ് എന്നുള്ളത്. അത് നമുക്കിങ്ങനെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടാലല്ല, നേരിട്ടൊന്ന് കൺസൾട്ട് ചെയ്താൽ ഇങ്ങനത്തെ കേസുകൾ പറ്റുള്ളൂ. ഇപ്പോൾ ഡോണർ നല്ലതാണെങ്കിൽ തിക്കിലട ഞാൻ ഒരു ഡോണർ ഏരിയ ഫോട്ടോ കാണിക്കാം. ഇതൊക്കെ നല്ല ഡോണറാണെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം. 8000 ക്രാഫ്റ്റൊക്കെ ഒറ്റ സിറ്റിങ് ചെയ്ത് എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ അടുത്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 4000 ക്രാഫ്റ്റ് ചെയ്തിട്ട് ബാക്കി ഏരിയ പിന്നെ ചെയ്യാം. കാരണം ഇത് എമർജൻസി സർജറി അല്ലല്ലോ. അതായത് നമ്മളിപ്പോൾ നാളെ സർജറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡോണർ ഏരിയയിലും പോകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. നമുക്ക് തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യാം. സോ അതായിരിക്കണം ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാവും, ഞാനിപ്പോൾ പകുതി സർജറി ചെയ്തിട്ട് പിന്നെ ബാക്കി കഷണ്ടി പോലെ നടന്ന ഒരു ബോറാവില്ല കാണാൻ. ആക്ച്വലി അതാണ് നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ വെക്കുമ്പോൾ ഇച്ചിരി ജിഗ്സാഗായിട്ട് വെക്കാം. ഫ്രണ്ട് ഏരിയ മാത്രമല്ല, ഫ്രണ്ട് ഏരിയ കഴിഞ്ഞിട്ട് നമ്മളൊരു 4000 ക്രാഫ്റ്റ് വെച്ചു, 4000 ഇത്ര വന്ന് വിചാരിക്കാം. ആ ഒരു ഏരിയ കുറച്ച് സ്പ്രെഡ് ആക്കിയിട്ട് വെക്കും ലാസ്റ്റ് വെക്കുന്ന ക്രാഫ്റ്റുകൾ. അപ്പോൾ ഇതൊരു ഒരു ലൈന് പോലെ കാണില്ല. ലൈന് പോലെ കാണുമ്പോഴാണ് ബോറാവുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്ന വെച്ചാൽ നിങ്ങളുടെ ട്രിം ചെയ്യുക കേട്ടോ. ഇപ്പോൾ സൈഡെല്ലാം ട്രിം ചെയ്തിട്ട് ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഒരു അറിയാത്ത പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു 20 days ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്പ് വെക്കാമല്ലോ. സർജറി ചെയ്തിട്ട് കുറച്ച് സമയം നിങ്ങൾ ക്യാപ്പ് വെച്ചുകൊണ്ട് മുടി വളരുമ്പോൾ കുറച്ച് ക്യാപ്പെല്ലാം വെച്ചിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷം വീണ്ടും സിറ്റിങ് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. നമുക്ക് എന്ത് വേണം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ വിഗ്, ഞാൻ 10 വർഷം വിഗ് ഉപയോഗിച്ച ഒരാളാണ്. എൻ്റെ വിഗ് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഊരിയത്. അതുവരെ ഞാൻ ഊരിയില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കാം, അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ചെയ്യാം. സോ ഇതാണ് 7 ഗ്രേഡ് എന്ന് പറയുന്ന ഗ്രേഡ്, അല്ലെങ്കിൽ 6 ഗ്രേഡ് എന്ന ഗ്രേഡ്. നമുക്ക് ഡോണർ വീക്കാണെങ്കിൽ പിന്നെ വേറെ കാര്യം, പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട് ഡെൻസിറ്റി. ഇപ്പോൾ എൻ്റെ ഇതേ ഡെൻസിറ്റി നിങ്ങൾ കിട്ടണമെന്നില്ല, എന്നേക്കാളും കൂടുതൽ ഡെൻസിറ്റി കിട്ടുക ഡിപ്പെൻഡിങ് ഓൺ യുവർ ഡോണർ ഏരിയ. ഇപ്പോൾ ഒരാളുടെ ഡോണർ ഭയങ്കര തിന്നാണ്, സൽമാൻ ഖാനെ പോലെ മുടി വരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണർ ഏരിയ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ക്വാളിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ചെയ്യുന്ന ആംഗുലേഷൻ ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിയൽ ടൈം ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. റിയൽ ടൈം ചെയ്യുമ്പോൾ എസ്പെഷ്യലി 7 ഗ്രേഡൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഗ്രാഫ്റ്റ് ഇപ്പോൾ ഒരു 30 above ഏജ് ആണെങ്കിൽ ഗ്രാഫ്റ്റ് ക്വാളിറ്റി അത്ര നല്ലതുണ്ടാവുന്നില്ല. യൂഷ്വലി പല കേസസ് ഡിപ്പെൻഡൻ്റ് ആണ്. ഏജ് കൂടുന്തോറും ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ ഗ്രാഫ്റ്റുകൾ എടുത്ത് കുറേ സമയം സൊല്യൂഷൻ ഇട്ടുന്നതിനേക്കാളും എടുക്കുന്നു, അപ്പോൾ അതിന് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ തിങ്ക് എല്ലാ പോയിൻറ്റ്സ് ഞാൻ കവർ ചെയ്തു വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. കമൻറ്റ്സ് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്പീരിയൻസ്, ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ചാടി കൊടുക്കരുത്, എസ്പെഷ്യലി ഇങ്ങനത്തെ കേസുകൾ. കാരണം ഡോണർ ഏരിയയിൽ നിന്ന് ഒരു ഗ്രാഫ്റ്റ് നമ്മൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഡോണർ ഏരിയ ഒരു ഗ്രാഫ്റ്റ് എടുക്കുന്നു, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും വളരും, നാവിൽ വെച്ചാൽ നാവിലും വളരും. അത് എവിടെ വളരണം, അത് എങ്ങനെ വളരണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയർ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കവറേജും വേണം. സോ ഭയങ്കര സ്കില്ലുള്ളൊരു പണിയാണ്. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് അത്ര എളുപ്പമുള്ള സംഭവമല്ല. കുറച്ച് ഗ്രാഫ്റ്റ് എടുത്തിട്ട് എങ്ങനെയെങ്കിലും വെച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. എനിക്കറിയാം പല ആൾക്കാരും പണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 2 വർഷം 3 വർഷം മുന്നേ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഒരുപാട് ക്ലിനിക്കുകൾ കൊളവാക്കി കൊടുത്ത ഒരുപാട് റിസൾട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാതെ പോലെയുള്ള ഒരു ഭയങ്കര വിഷമിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. സോ ഇത് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. അതേപോലെ തന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്കാണ്. ആ ഗ്രൂപ്പിൽ ഞാൻ ഒരുപാട് വീഡിയോസും ആഫ്റ്റർ സർജറി, ബിഫോർ സർജറി ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.